ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തു നിന്നും ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മറ്റുള്ള എലിമെൻ്ററി സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ടോമോയിലെ കായികമേളയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒന്നുകൂടെ പറയാം ചോദ്യം. മറ്റുള്ള എലിമെൻ്ററി സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ടോമോയിലെ കായികമേളയുടെ പ്രത്യേകത എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം വടംവലിയും 3 കാലിലോട്ടവും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം കൊബയാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. വടംവലിയും 3 കാലിലോട്ടവും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം കൊബയാഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, എന്താണ് മീൻവായിലോട്ടം? എന്താണ് മീൻവായിലോട്ടം? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മോടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും. മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടമാരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു. മനസ്സിലായോ? മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കും. മണിയടി കേൾക്കുമ്പോൾ കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടമാരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ ഈ മത്സരം അവസാനിക്കുന്നു. ഇതാണ് മീൻവായിലോട്ടം. അടുത്തത് നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കീച്ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മാസ്റ്റർ നൽകിയത് എന്താണ്? വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാക്കീച്ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മാസ്റ്റർ നൽകിയത് എന്താണ്? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ടങ്ങനെ നിൽക്കും. മനസ്സിലായോ? വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ടങ്ങനെ നിൽക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ടോമോയിലെ റിലേ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്ത്? ടോമോയിലെ റിലേ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്ത്? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന മത്സരമായിരുന്നു അത്. ആരും വളരെ ദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലോട്ടും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഓട്ടം തീർന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒന്നുകൂടെ പറയാം. സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന മത്സരമായിരുന്നു അത്. ആരും വളരെ ദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഓട്ടം തീർന്നു. ഇതാണതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം റിലേ മത്സരത്തെക്കുറിച്ച് ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഒന്നുകൂടെ ചോദ്യം പറയാം. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം റിലേ മത്സരത്തെക്കുറിച്ച് ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം, പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കയറാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരും മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ ഓട്ടം പ്രയാസമുള്ളതായിരിക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒന്നുകൂടെ പറയാം. പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കയറാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുള്ളവരോ ആണെങ്കിൽ ഓട്ടം പ്രയാസമുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം.
കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. എന്താണത്? കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. എന്താണത്? എന്താണ് അതിൻ്റെ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. നീളം കുറഞ്ഞ കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പടികൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിക്കുമ്പോൾ അവൻ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കും. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിലും ഓരോ അടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഇതാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് ഒന്നും കൂടി നോക്കാം, അതിൻ്റെ ഉത്തരം പറയാം. നീളം കുറഞ്ഞ കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയുണ്ടായി. കൂടെയുള്ളവർ ഏണിപ്പടികൾക്കിടയിലെ നൂഴ്ന്നു കയറ്റം ആരംഭിക്കുമ്പോൾ അവൻ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കും. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് 7ാമത്തെ ചോദ്യം. സമ്മാന വിതരണത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ടോമോയിലെ കായികമേളയിലെ സമ്മാന വിതരണത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം: 1ാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ. 2ാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. 3ാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയാണ് സമ്മാന വിതരണം നടത്തിയിരുന്നത്. മനസ്സിലായോ? 1ാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ. 2ാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. 3ാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയാണ് സമ്മാന വിതരണം നടത്തിയിരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരും പരീക്ഷ ആത്മവിശ്വാസത്തോടു കൂടി എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.